നെക്സ്റ്റ് ടോപ്പിക്ക് ഓപ്പറേറ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് ആണ്. സോ സി ലാംഗ്വേജിലെന്ന് പറയുമ്പോൾ കുറേ ബിൽട്ട് ഇൻ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് പ്ലസ്, അഡീഷന്, മൈനസ്, സബ്ട്രാക്ഷൻ, ദെൻ സ്റ്റാർ, ആമ്പസാൻഡ്, ലെസ് ദാൻ, അതൊക്കെ. അപ്പോൾ ഈ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒരു സിമ്പിളാണ്. ആ സിമ്പിൾ കാണുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവും എന്ത് ഓപ്പറേഷനാണ് ചെയ്യാൻ വേണ്ടുന്നതെന്ന് മനസ്സിലാവും. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓപ്പറേറ്റേഴ്സ് ഉണ്ട് സിയിൽ. അരിത്തമെറ്റിക്, റിലേഷണൽ, ലോജിക്കൽ, അസൈൻമെൻറ്റ്, ഇൻക്രിമെൻ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്, കണ്ടീഷണൽ, ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്, സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഫോർ എക്സാമ്പിൾ 10 + 15 പ്ലസ് എന്ന് പറയുന്നത് ഓപ്പറേറ്ററാണ്, 10ഉം 15ഉം ഓപ്പറാൻസ് ആണ്. സോ ഇതിന് നമ്മൾ ജനറലി പറയും എക്സ്പ്രഷൻ. അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സീക്വൻസ് ഓഫ് ഓപ്പറാൻസും ഓപ്പറേറ്റേഴ്സും കൂടിയിട്ടുള്ളതായിരിക്കും. അതിന് നമുക്ക് ഫൈനലി ഒരു സിംഗിൾ വാല്യൂ കിട്ടും. സോ ഈ കേസിൽ 10 + 15 എന്ന് പറഞ്ഞാൽ 25 ആയിരിക്കും നമ്മൾക്ക് ആൻസർ വരാം. ദെൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന പേരാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റർ. മെയിനായിട്ട് സിയിൽ 5 ടൈപ്പുള്ള: അഡീഷന് വേണ്ടിയിട്ട് പ്ലസ്, സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് മൈനസ്, മൾട്ടിപ്ലിക്കേഷന് വേണ്ടി സ്റ്റാർ, ഡിവിഷന് വേണ്ടി സ്ലാഷ്. ഇനി നമ്മൾ നോർമൽ മാത്സിൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് മോഡുലസ്. ഈ സ്ലാഷ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് ആയിരിക്കും കിട്ടുക. ദെൻ അത് എങ്ങനെയാണ് പ്രോഗ്രാമിൽ ചെയ്യാന്ന് വെച്ചാൽ A - B, A+B, A*B, അങ്ങനെ നമ്മളിങ്ങനെ എഴുതും. ഇതിൽ എയും ബിയും ഓപ്പറാൻസും ഈ മിഡിൽ തന്നിരിക്കുന്ന സിമ്പിൾസ് ഓപ്പറേറ്റേഴ്സുമാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഇൻറ്റിജർ അരിത്തമെറ്റിക്. ഇൻറ്റിജർ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഓപ്പറാൻസ്, അതായത് ഇപ്പോൾ എയും ബിയും രണ്ടും ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിന് നമ്മൾ ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറയും. അപ്പോൾ ഈ ഒരു ഓപ്പറേഷനെ പറയുന്ന പേരാണ് ഇൻറ്റിജർ അരിത്തമെറ്റിക്. ദെൻ ഈ ഇൻറ്റിജറിൻ്റെ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഓപ്പറാൻസ് രണ്ടും സെയിം സൈൻ ആണെങ്കിൽ ഈ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് 0യിലേക്ക് നിയർ ബൈ ആയിരിക്കും, അതായത് പോസിറ്റീവായിട്ടാണ് വരിക. മീൻസ് 6 / 7, 7 ആണ് ഗ്രേറ്റർ, 6 ആണ്. അപ്പോൾ നമുക്കറിയാം ഡെസിമൽ നമ്പർ അല്ലേ ആൻസർ വരാം. അപ്പോൾ നമുക്കത് 0 റൗണ്ട് ഓഫ് ചെയ്തിട്ടാണ് ഇൻറ്റിജർ അരിത്തമെറ്റിക്കിൽ വരാം. ദെൻ ഇപ്പോൾ -6/- 7 ആണെങ്കിലും ആൻസർ കോഷ്യൻ്റ് ആയിട്ടുള്ള 0 വരാം. പക്ഷേ -6/7 എന്ന് പറഞ്ഞാൽ 0യും കാണിക്കാം, ചില മെഷീൻസിൽ -1ഉം കാണിക്കാം. അത് മെഷീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ദെൻ അതിന് വേറെ കുറച്ച് എക്സാമ്പിൾസ്. മോഡുലസ് എന്ന് പറയുമ്പോൾ റിമൈൻഡർ ആണ്. 3യുടെ ടേബിളിൽ 14 ഇല്ല, അതിൻ്റെ ബിഫോർ 12 ആണുള്ളത്. സോ റിമൈനിങ് വരുന്നത് 2 ആണ്. സോ റിമൈൻഡർ 2 വരും. ഇവിടെ നെഗറ്റീവ് സൈൻ വന്നുകൊണ്ടാണ് നമുക്കിവിടെ നെഗറ്റീവ് തന്നിരിക്കുന്നത്. ദെൻ ഈ കേസിലപ്പോൾ നോക്കി, ഇതിൽ ഫസ്റ്റ് വരുന്ന നമ്പറിൻ്റെ സൈൻ ആയിരിക്കും നമ്മൾ ഈ മോഡുലോ ഡിവിഷനിൽ എന്ത് ചെയ്യുന്നത് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് റിയൽ അരിത്തമെറ്റിക് ആണ്. റിയൽ അരിത്തമെറ്റിക് എന്ന് പറഞ്ഞാൽ ഡെസിമലിന് ശേഷമുള്ള നമ്പേഴ്സും കൂടെ നമുക്ക് എന്ത് കിട്ടും, ആൻസറിൽ കിട്ടും. അതാണ് റിയൽ അരിത്തമെറ്റിക്. അതായത് അതെല്ലാം നമ്മൾ ഫ്ലോട്ടായിട്ടാണ് കൺസിഡർ ചെയ്യുക. 6/7 എന്നുള്ളത് 6.0/7.0 എന്ന് പറഞ്ഞാൽ, സോ ഈ കേസിൽ നമ്മൾ 6നെയും 7നെയും 6.0, 7.0 എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് രണ്ടും ഫ്ലോട്ടിംഗ് ഡാറ്റ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആൻസർ എന്ത് കിട്ടും, ഡെസിമൽ പോയിൻ്റ് ആയിട്ടുള്ള എക്സാക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. ദെൻ ഇനി മിക്സഡ് മോഡിൽ കൊടുക്കാം. മിക്സഡ് മോഡ് എന്ന് പറഞ്ഞാൽ ഒരെണ്ണം ഇൻറ്റിജറായിട്ടും ഒരെണ്ണം ഫ്ലോട്ടായിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാലും ഫൈനൽ ആൻസർ തന്നെയായിരിക്കും നമുക്ക് വരാം. അത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിലുള്ളത്. ദെൻ നെക്സ്റ്റ് ആണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്. റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വാല്യൂസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഓപ്പറേറ്റേഴ്സിനെ പറയുന്ന പേരാണ് റിലേഷണൽ ഓപ്പറേറ്റർ. ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഡബിൾ ഈക്വൽ ടു, നോട്ട് ഈക്വൽ ടു. ഇത്രയുമാണ് നമുക്ക് റിലേഷണൽ ഓപ്പറേറ്റർ ഉള്ളത്. ഇതിൽ ഡബിൾ ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ് ഡബിൾ ഈക്വൽ ടു. അതായത് ഇതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ആണ്. ദെൻ ഇതിലൊരു എക്സാമ്പിൾ പറയാം. 10 <20. 10 20നേക്കാൾ ചെറുതാണല്ലോ. സോ ഔട്ട്പുട്ട് എന്തായിരിക്കും, ട്രൂ.
ദെൻ 20 ലെസ് ദാൻ 10, 20 10-നേക്കാൾ ചെറുതല്ലല്ലോ, സോ ഇറ്റ് വിൽ ബി ഫോൾസ്. ദെൻ അതിന് ഫർദർ കുറച്ച് എക്സാമ്പിൾസ് കൂടെ തന്നിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് വണ്ണാണ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് 3 ടൈപ്പുള്ള ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട്. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റും ട്രൂ ആയാൽ മാത്രം ഔട്ട്പുട്ട് ട്രൂ. ലോജിക്കൽ ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ ഔട്ട്പുട്ട് ട്രൂ. നോട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും സെക്കൻഡ് വൺ. ദെൻ ഇതിലിപ്പോൾ എക്സ് ഈക്വൽ ടു 10, അതായത് നമ്മൾ മുന്നേ പറഞ്ഞ റിലേഷണൽ ഓപ്പറേറ്ററാണ് ഈക്വൽ ടു. ഇതിൻ്റെ വാല്യൂ ട്രൂ ആവണമെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി എക്സിൻ്റെ വാല്യൂ എത്രയായിരിക്കണം? 10 ആയിരിക്കണം. അപ്പോൾ 10 ഈക്വൽ ടു 10 ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ട്രൂ വരും. ഇനി ഇതിൽ ആൻഡിൻ്റെയും ഓറിൻ്റെയും എക്സാമ്പിളാണ്. ഇപ്പോൾ ഓപ്പറാൻഡ് 1 നോൺ സീറോയാണ്, ഓപ്പറാൻഡ് 2ഉം നോൺ സീറോയാണെങ്കിൽ നമ്മൾ ആൻഡ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ആൻഡ് എന്ന് പറഞ്ഞാൽ 2 ട്രൂ ആയാൽ മാത്രം ഔട്ട്പുട്ട് ട്രൂ. ഇതിൽ ഈ 3 കണ്ടീഷനിലും ഏതെങ്കിലും ഒരു ഓപ്പറാൻഡ്സ് 0 വന്നിട്ടുണ്ട്, സോ അതിൻ്റെ ആൻസർ ആ സമയത്തൊക്കെ 0 ആയിരിക്കും. ഓർ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം നോൺ സീറോ വന്നാൽ ഔട്ട്പുട്ട് ട്രൂ ആവും. 2ഉം 0 ആവുന്ന കണ്ടീഷനിൽ മാത്രമായിരിക്കും ഔട്ട്പുട്ട് 0 ആയിട്ട് വരാം. കുറച്ച് എക്സാമ്പിളും കൂടെ ഉണ്ട്. ഇഫ് ഏജ് ഗ്രേറ്റർ ദാൻ 55 ആൻഡ് സാലറി ലെസ് ദാൻ 1000. ഇതെന്ന് പറയുമ്പോൾ ഏജ് 55-ൽ കൂടുതലും സാലറി 1000-ൽ കുറവുമുള്ളതിലേക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്ത് ലൂപ്പ് എന്ത് ചെയ്യുക? വർക്ക് ചെയ്യുക. ദെൻ നെക്സ്റ്റ് വണ്ണാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പിളിനെ പറയുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. സിംപ്ലി ഇപ്പോൾ നമ്മൾ എക്സ് ഇസ് ഈക്വൽ ടു 3 മീൻസ് എക്സിൻ്റെ വാല്യൂ നമ്മൾ എത്രയായിട്ട് സെറ്റ് ചെയ്യും? 3 ആയിട്ട് സെറ്റ് ചെയ്യും. വൈ ഇസ് ഈക്വൽ ടു 2 മീൻസ് വൈയുടെ വാല്യൂ എത്രയായിട്ട് സെറ്റ് ചെയ്യും? 2 ആയിട്ട് സെറ്റ് ചെയ്യും. ഇനി ഇതിൽ എക്സ് പ്ലസ് ഈക്വൽ ടു 3 എന്ന് കണ്ടോ? ഇതിൻ്റെ മീനിങ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 എന്നാണ്. അതിൻ്റെ ആ ഒരു സ്പ്ലിറ്റേജാണ് ഈ തന്നിരിക്കുന്നത്. അതായത് എ ഈക്വൽ ടു എ പ്ലസ് 1-നെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ഈക്വൽ ടു 1. ദെൻ എ ഈക്വൽ ടു എ മൈനസ് 1-നെ എങ്ങനെ എഴുതാം? എ മൈനസ് ഈക്വൽ ടു 1. അങ്ങനെ ഇതിനെ ഷോർട്ട്ലി നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ആണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ ആൻഡ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസിനെ പറയുന്ന പേരാണ് ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റർ, മൈനസ് മൈനസിനെ പറയുന്ന പേരാണ് ഡിക്രിമെൻ്റ് ഓപ്പറേറ്റർ. പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 കൂട്ടും, മൈനസ് മൈനസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ വാല്യൂ 1 കുറയ്ക്കും. ഇത് 2 ടൈപ്പ് ഉണ്ട്, പോസ്റ്റ് ഇൻക്രിമെൻറ്റും പ്രീ ഇൻക്രിമെൻറ്റും, അതുപോലെ തന്നെ പോസ്റ്റ് ഡിക്രിമെൻറ്റും പ്രീ ഡിക്രിമെൻറ്റും. പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വേരിയബിളിന് ശേഷമായിരിക്കും ആ സിമ്പിൾസ് വരാം. പ്രീ എന്ന് പറഞ്ഞാൽ ആ വേരിയബിളിൻ്റെ മുന്നേ ആയിരിക്കും. അത് നമുക്കിത് ഫോർ ലൂപ്പിലും വൈൽ ലൂപ്പിലൊക്കെ ഇൻക്രിമെൻ്റ് ഓപ്പറേറ്റേഴ്സ് വരും. അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. അപ്പോൾ പ്രിഫിക്സ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 1-നെ ആഡ് ചെയ്യും, എന്നിട്ടാണ് റിസൾട്ട് നമ്മൾ അസൈൻ ചെയ്യുക. പോസ്റ്റ് ഫിക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വാല്യൂനെ അസൈൻ ചെയ്യും, എന്നിട്ട് ഓപ്പറാൻഡിനെ ഇൻക്രിമെൻ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ എ ഓഫ് ഐ എന്ന് പറഞ്ഞാൽ 10 ആണെന്ന് വിചാരിക്കുക. ഐയുടെ വാല്യൂ ഐ പ്ലസ് 1. അപ്പോൾ ഇപ്പോൾ ഐയുടെ വാല്യൂ എത്രയായി? 11 ആയി. അതായത് ഇപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഐ ഈക്വൽ ടു ഐ പ്ലസ് പ്ലസ് ആണ്. അതായത് ഐയുടെ ഇപ്പോൾ ഉള്ള വാല്യൂയിലേക്ക് നമ്മൾ 1 ആഡ് ചെയ്യും. ദെൻ അതിന് കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട്. ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ഓപ്പറേറ്റേഴ്സ് അതിന് വേരിയബിൾ വേണം, അതായത് അതിൻ്റെ ഓപ്പറാൻസ് ആയിട്ട്. പോസ്റ്റ് ഫിക്സ് ആണെങ്കിൽ നമ്മൾ വേരിയബിളിൽ എക്സ്പ്രഷനിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആയിരിക്കും വേരിയബിളിൻ്റെ എടുക്കുക, പിന്നെയാണ് നമ്മൾ അതെന്ത് ചെയ്യുന്നത്? ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. പ്രിഫിക്സ് ആണെങ്കിൽ വേരിയബിൾ ഫസ്റ്റ് ഇൻക്രിമെൻ്റ് ചെയ്യും, എന്നിട്ടാണ് നമ്മളതിനെ എന്ത് ചെയ്യുക? ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ പ്രസിഡൻസും അസോസിയേറ്റിവിറ്റി ഒക്കെ വരുമ്പോൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള പോർഷനാണ് അത്. ഇതിന് 2-നും സെയിം ആയിരിക്കും. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഓപ്പറേറ്റർ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണ്. അതായത് എക്സ്പ്രഷൻ 1 ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്പ്രഷൻ 2 കോളൻ, എക്സ്പ്രഷൻ 3. ഫോർ എക്സാമ്പിൾ നമ്മുടെ കയ്യിലൊരു കണ്ടീഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇഫ് എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പ്രിൻറ്റ് വരണം.
അല്ലെങ്കിൽ എൽസ് എക്സ് ഈസ് ഈക്വൽ ടു ബി എന്ന് പ്രിൻ്റ് അല്ല, നമ്മൾ ജസ്റ്റ് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. ഇതിനെ നമ്മൾ എങ്ങനെയാണ് കണ്ടീഷൻ ഓപ്പറേറ്റർ വച്ച് എഴുതുന്നത് വെച്ചാൽ ഈ ഇഫ് മാറ്റിയിട്ട് കണ്ടീഷൻ കൊടുക്കുക, എ ഗ്രേറ്റർ ദാൻ ബി ക്വസ്റ്റ്യൻ മാർക്ക് ആണെങ്കിൽ എ അല്ലേ, അപ്പോൾ എ ദെൻ കോളൻ അല്ലെങ്കിലുള്ള കണ്ടീഷൻ ബി, അതാണ് അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബിറ്റ് ലെവലിലുള്ള ഡാറ്റയുടെ മാനിപ്പുലേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. ഇത് ബിറ്റ്സിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ അതിൻ്റെ റൈറ്റ് ഷിഫ്റ്റ് ലെഫ്റ്റ് ഷിഫ്റ്റ് പോലുള്ള ഓപ്പറേറ്റേഴ്സിന് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഫ്ലോട്ടിനോ ഡബിളിനോ ചെയ്യാൻ പറ്റില്ല. മെയിനായിട്ട് ഫൈവ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് ഉള്ള ആൻഡ്, ഓറ്, എക്സ്ക്ലൂസീവ് ഓറ്, ഷിഫ്റ്റ് ലെഫ്റ്റ്, ഷിഫ്റ്റ് റൈറ്റ്. ദെൻ ഇത് കൂടാതെ കുറച്ച് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. സ്പെഷ്യൽ ഓപ്പറേറ്റർ ആയിട്ടുള്ളതാണ് കോമ ഓപ്പറേറ്റർ, സൈസ് ഓഫ് ഓപ്പറേറ്റർ, പിന്നെ പോയിൻ്ററിൽ യൂസ് ചെയ്യുന്നതാണ് ആംബസാൻഡും ആസ്ട്രിക് സൈനും, പിന്നെ നമ്പർ സെലക്ഷൻ ഓപ്പറേറ്റർ, ആരോ മാർക്ക് പോലെ. അത്രയും കാര്യങ്ങളാണ് സ്പെഷ്യൽ ഓപ്പറേറ്ററിൽ വരുന്നത്. അതിൽ കോമ ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്ക് ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു 10, വൈ ഈസ് ഈക്വൽ ടു 5, എക്സ് പ്ലസ് വൈ. ഇതെന്ന് പറഞ്ഞാൽ എനിക്കൊരു വാല്യൂ കോമ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. അതായത് ഇതൊരു ഫസ്റ്റ് വണ്ണ്, ഇത് സെക്കൻഡ് വണ്ണ്, ഇത് തേർഡ് വൺ പോലെ ഇതിനെ എന്ത് ചെയ്തോളും, കമ്പ്യൂട്ടർ ട്രീറ്റ് ചെയ്തോളും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഒന്നിൽ കൂടുതൽ വേരിയബിൾസ് വന്നു, അതിന് ഇനീഷ്യലൈസേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്കതിനെ കോമ സെപ്പറേറ്റഡ് ആയിട്ട് എന്ത് ചെയ്യാം, എഴുതാം. ദെൻ സൈസ് ഓഫ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്പറാൻഡ് ഒക്കുപ്പൈ ചെയ്യുന്ന സൈസിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സൈസ് ഓഫ് ഓപ്പറേറ്റർ വരുന്നത്. സപ്പോസ് ഇപ്പോൾ എൻ്റെ സം എന്ന് പറയുന്നത് ഇൻഡിലാണ് ഞാൻ ഡിക്ലെയർ ചെയ്തതെന്ന് വിചാരിക്കുക. സോ എം ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് സം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇൻഡ് എന്നായിരിക്കും. ദെൻ ഇൻഡിജറിൻ്റെ സൈസ് ആയിരിക്കും. ദെൻ എൻ ഈസ് ഈക്വൽ ടു സൈസ് ഓഫ് ലോങ് ഇൻഡ് എന്ന് പറഞ്ഞാൽ ലോങ് ഇൻഡിൻ്റെ എത്ര സൈസാണോ നമ്മൾ അലോക്കേഷൻ ചെയ്യുക അതായിരിക്കും വരിക. അതിനെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്.